ഇന്ന് നമ്മുടെ യാത്ര ധനുഷ്കോടിയിലേക്കാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ധനുഷ്കോടി വരെ ഒന്ന് പോകണമെന്ന്. ധനുഷ്കോടിയിലേക്ക് നമ്മൾ ഈ പോകുന്നത് പാമ്പൻ പാലത്തിലൂടെയാണ്. നമ്മുടെ രാമേശ്വരത്തിൽ ധനുഷ്കോടിയുമായി ബന്ധിപ്പിക്കുന്നത് പാമ്പൻ പാലമാണ്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് പാമ്പൻ പാലം. ഇപ്പം നമ്മൾ പോകുന്ന ഈ റോഡ് പാലം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. ഇതിന് മുൻപേ ഉണ്ടായിരിക്കുന്ന പാമ്പൻ പാലം നമുക്ക് താഴെ കാണാം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഈ താഴെ കാണുന്ന സീ ബ്രിഡ്ജ് നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് സീ ബ്രിഡ്ജാണ്. ഇത് ഭയങ്കരധികം ടെക്നോളജീസ് അന്നത്തെ കാലത്ത് യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയതാണ്. 1914 ബ്രിട്ടീഷുകാർ ലണ്ടനിൽ വെച്ചിൻ്റെ പാർട്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ വന്ന് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന ബ്രിഡ്ജില്ലേ, ഇത് ഷിപ്പ് വരുമ്പോഴത്തേനും പൊങ്ങി ഷിപ്പിന് പോകാൻ പോലെ ആയിട്ട് തിരിച്ച് റെയിൽ പാലമായിട്ട് മാറും. അങ്ങനെ പാമ്പൻ പാലം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ധനുഷ്കോടിയിലേക്ക് പോവുകയാണ്. രാമേശ്വരത്ത് നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ധനുഷ്കോടിയിലേക്ക്. ശരിക്കും ഇതൊരു ഗോസ്റ്റ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. കാര്യം അവിടെ ജനവാസത്തിന് യോഗ്യമല്ല എന്ന് മദ്രാസ് പട്ടണത്തിൽ ഗവൺമെൻറ് നേരത്തെ തന്നെ 1964 പ്രഖ്യാപിച്ചതാണ്. കാര്യം എന്താണെന്നല്ലേ, 1964 ഒരു വലിയ സൈക്ലോൺ വന്നിട്ട് ഈ ഒരു വില്ലേജ് പൂർണ്ണമായിട്ടും കടലെടുത്തു പോയി. അവശേഷിപ്പുകൾ അവിടെ ഇവിടെ കുറച്ച് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് പോകുന്ന ആ ചേർച്ചൊക്കെ 1964 സൈക്ലോണിൽ നശിച്ച് ബാക്കിപത്രമായ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കണ്ടോ, ഇവിടുത്തെ പ്രത്യേകത നമ്മുടെ വലത്തെ സൈഡിൽ ഇന്ത്യൻ ഓഷ്യനും ഇടത്തെ സൈഡിൽ ബേ ഓഫ് ബംഗാളുമാണ്. ഇപ്പം നമ്മൾ കാണുന്ന അരൈമുനി, അത് നമ്മുടെ ഇന്ത്യയുടെ ലാസ്റ്റ് ടിപ്പാണ്. ഇവിടെ കൊണ്ട് ഇന്ത്യ കഴിയുകയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രാത്രിയിൽ ശ്രീലങ്കയൊക്കെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇവിടെ കുറച്ച് റിമൈൻസ് ഉണ്ട്. 1964 സൈക്ലോണിലെ ഡിസ്ട്രോയ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു വില്ലേജിൻ്റെ കുറച്ച് റെമിനൻസ് അവിടെ ഇവിടെയുണ്ട്. ഈ ചർച്ച്, കുറച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കി പത്രം, മെഡിക്കൽ കോളേജിൻ്റെ ബാക്കി പത്രം, സ്കൂളിൻ്റെ ബാക്കി പത്രം. ശരിക്കും വിഷമം തോന്നും കേട്ടോ നമ്മളത് വഴി പോയി പോകുമ്പോൾ. നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു പാമ്പൻ പാലം പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ ബന്ധിപ്പിച്ച് നല്ല രീതിയിൽ ഈ കപ്പൽ വഴി വ്യാപാരങ്ങൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അന്നൊക്കെ ആവിക്കപ്പലായിരുന്നു, നീരാവിക്കപ്പലുകൾ നന്നായിട്ട് കച്ചവടങ്ങളും വ്യവസായങ്ങളും നടന്ന ഒരു തിക്കിയ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മളിപ്പോൾ കണ്ട ആ ഗോസ്റ്റ് സിറ്റി. ഇപ്പോൾ കേവലം ചുരുക്കം കുറച്ച് കച്ചവടക്കാരാണ് അവിടെ ഉള്ളത്. 6 മണി കഴിയുമ്പോൾ അവരും കച്ചവടം പൂട്ടി തിരിച്ചു വരും. ജനവാസ യോഗ്യമല്ലാത്ത ഒരു അനാഥമായി കിടക്കുന്ന സ്ഥലം. ഒരുപാട് ചരിത്ര പ്രസിദ്ധമായി ഒരുപാട് പേരുടെ ജീവിതം അവിടെ ആ മണ്ണിനടിയിലുണ്ട്. പറയുമ്പോൾ നമുക്ക് ഒരുപാട് വിചിത്രമായും ഒക്കെ തോന്നും. തിരിച്ചു വരുമ്പോൾ ശരിക്കും ഒരു സങ്കടത്തോടെ കേട്ടോ നമ്മൾ വരുന്നത്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും ഒക്കെ പൊലിഞ്ഞു പോയ സ്ഥലമല്ലേ. എന്തായാലും പിന്നെ ഈ ഒരു സ്ഥലം കണ്ടപ്പോഴാണ് ഓർത്ത്, ഈ ഒരു റെയിൽവേ പാലമില്ലേ നമ്മുടെ പാമ്പൻ പാലത്ത് പഴയ സമയത്ത് സൈക്ലോണിൻ്റെ ടൈമിൽ 1964 ഒരു ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും റെയിൽവേ സ്റ്റേഷനും പോസ്റ്റ് ഓഫീസൊക്കെ ഉള്ളൊരു സിറ്റി ആയിരുന്നല്ലോ. ഒരു നല്ലൊരു വ്യാപാരങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ പട്ടണം. എന്തായാലും അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ട്രെയിനിൽ നിറയെ കുട്ടികളായിരുന്നു. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നിറയെ സ്കൂൾ കുട്ടികളുമായി പൊയ്ക്കൊണ്ടിരുന്ന ട്രെയിനിൽ ആ സൈക്ലോണിൽ ട്രെയിൻ തന്നെ കാണാതായി. ഇതുവരെയും റെമിനൻസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതേപോലെ ആ ഒരു വില്ലേജിലുള്ള എല്ലാ ആൾക്കാരും, വളരെ ചുരുക്കം കുറച്ച് പേരാണ് ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്തായാലും ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ അവിടെ ഇവിടെയായി നമുക്ക് കാണാൻ കഴിയുന്ന, ഒരുപാട് സങ്കടം തോന്നിപ്പിക്കുന്ന, എന്നാലൊരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പണ്ട് രാമായണത്തിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ് ധനുഷ്കോടി. ധനുഷ്കോടിയിൽ നിന്നാണ് രാമസേതു രാമൻ നമുക്ക് ശ്രീലങ്കയിലേക്ക് പണിതെന്നാണ് വിശ്വാസം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പാമ്പൻ പാലത്ത് നിന്ന് രാമേശ്വരത്തിലേക്ക് പോകുന്ന വഴി നമുക്ക് ഏറെ ആഗ്രഹമായിരുന്നു കലാം സാറിൻ്റെ, ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീടൊന്ന് കാണുക എന്നുള്ളത്. നമ്മൾ അങ്ങോട്ടേക്കാണ് വന്നത്. പക്ഷേ ഏറ്റവും വിഷമകരമായ കാര്യം, നിങ്ങളെ അതിൻ്റെ ഉള്ളിൽ കാണിക്കാൻ പറ്റില്ല. കാര്യം ക്യാമറാസ് അവിടെ പ്രൊഹിബിറ്റഡ് ആണ്. ഫോണും നമുക്ക് കൊണ്ടുകയറാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഉള്ളിലെ ചിത്രങ്ങൾ പകർത്താൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും അതുവഴി പോകുകയാണെങ്കിൽ
നിങ്ങൾ അവിടെ ഒന്ന് കയറണം. നമ്മുടെ ആ വലിയ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളും ലളിതമായ ജീവിതവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുട്ടികളെ കൊണ്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. വളരെ ഇൻസ്പയറിങ് ആണ് കേട്ടോ ആ സിമ്പിൾ ഗ്രേറ്റ് പേഴ്സൺ. അത് നമ്മൾ അവിടെ നിന്ന് സാറിൻ്റെ വീടൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. നല്ല ദൂരം യാത്ര ഉണ്ടായിരുന്നു. ഏകദേശം രാത്രി ആയപ്പോഴാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയത്. ഹൈവേയിലായതുകൊണ്ട് ഏതോ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നമ്മൾ കയറുമായിരുന്നു ചെയ്തത്. വാവ കൂടെ ഉള്ളതുകൊണ്ട് റെസ്റ്റോറൻറ്റ്സൊക്കെ നമുക്ക് കുറച്ച് സെലക്റ്റീവായി എടുക്കേണ്ടതുണ്ട്. കുഞ്ഞിൻ്റെ ഫുഡും കൂടെ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കയറി കുറേ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരുപാട് നേരം കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ കയറിയത് കൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ടയേർഡായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊന്ന് റിഫ്രഷ് ചെയ്ത് നമ്മൾ തിരിച്ചിറങ്ങി നമ്മുടെ യാത്ര തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രാത്രിയിൽ ആ ഹോട്ടൽ പരിസരങ്ങളൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ തിരികെയുള്ള ജേണി സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും ധനുഷ്കോടി എന്നും മനസ്സിൽ ഒരു ഓർമ്മയായിരിക്കും. ഞാൻ